ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാട്ട് ഓർ ചാറ്റ്. ഇന്നത്തെ റെസിപ്പി വീക്കെൻഡ്സ് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് റിലേറ്റീവ്സിൻ്റെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയാലോ. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ക്വാർട്ടർ പീസാണ് എടുത്തേക്കുന്നത്. എൻ്റെ വീട്ടിൽ വിത്ത് സ്കിന്നാണ് പ്രിഫർ ചെയ്യുന്നത്, വിത്തൗട്ട് സ്കിന്നും യൂസ് ചെയ്യാം. ഇനി ഇതിന് വേണ്ട മസാല: മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ചിക്കൻ മസാല ഒരു 1 ടീസ്പൂൺ മതിയാവും. എരിവിന് പെപ്പർ 1/2 ടീസ്പൂൺ. ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇടാം, നല്ലതായിരിക്കും, 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് വിനീഗർ, ആവശ്യത്തിനുള്ള ബട്ടർ, പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ മതിയാവും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ട ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ്. ഞാൻ ചിക്കൻ കറി ആയാലും ഫ്രൈ ആയാലും ഗ്രില്ലായാലും ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ ഒരു 20 മിനിറ്റ്സ് ബ്രൈൻ സൊല്യൂഷനിൽ മുക്കി വെക്കാറുണ്ട്. ബ്രൈൻ സൊല്യൂഷൻ വേറെ ഒന്നുമല്ല, കുറച്ച് വെള്ളത്തിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വിനേഗർ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ നമ്മളുടെ ചിക്കന് ഒരു 20 മിനിറ്റ്സ് അതിൽ സോക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ചിക്കൻ കുക്കായി കഴിയുമ്പം നല്ല ജ്യൂസി ആയിട്ടും നല്ല ടെൻഡറായിട്ടും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ബ്രൈൻ സൊല്യൂഷന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പം ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് അത്രയും ഉള്ള വെള്ളം നമുക്കൊരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. വിനേഗർ ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിന് ഒരു ചെറിയൊരു പുളിപ്പ് വരണം. അപ്പം അതിന് പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വിനേഗർ ആയാലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും ആ വെള്ളത്തിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് വരണം. അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നേരത്തെ ജിഞ്ചർ ഗാർലിക്കിൻ്റെയും വിനേഗറിൻ്റെ കേസ് പറഞ്ഞ പോലെ ഉപ്പും അതുപോലെ തന്നെ ആ വെള്ളത്തിന് ഉപ്പിൻ്റേതായ ഒരു ചെറിയൊരു ടേസ്റ്റ് വരണം, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ചിക്കന് ഒന്ന് വരഞ്ഞ് എടുത്തത് നൈഫ് വെച്ചിട്ടൊന്ന് ഇതുപോലെ കീറി കൊടുത്തിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസസും ഇതുപോലെ വരഞ്ഞിട്ട് ഈ ബ്രൈൻ സൊല്യൂഷനിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കുക. ഇത് ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കുക. 20 മിനിറ്റ്സിനേക്കാളും കൂടാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് എക്സസീവ്ലി സോൾട്ടി ആയി പോവും. അപ്പം നമുക്കിതൊരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളയാം. നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലയൊക്കെ ഇട്ട് കൊടുത്ത് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്ത ചിക്കനാണ്. ഇനി നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാല, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആ ഒരു മസാലയുടെ മിക്സ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിനി കുറച്ച് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചിക്കനിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ ആ മസാലയെല്ലാം ചേർത്ത് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ മാരിനേഷന് ഇരിക്കട്ടെ. നിങ്ങൾക്ക്
ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ മാരിനേഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് ഞാൻ 1 hour മാരിനേഷന് വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് മാരിനേഷന് ഇത് വെക്കാം. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഇന്ന് എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയർ, ഓവൻ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ഒരു ബാർബിക്യൂ പാറ്റിയോ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നും ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് എയർ ഫ്രയറിലാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പം ഇത് മാരിനേറ്റഡ് ചിക്കൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ഒരു 80% കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരു സൈഡ് ചിക്കൻ്റെ ഒരു സൈഡ് 80% കുക്കായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒരു 80% കുക്ക് ചെയ്ത് എടുക്കണം. അപ്പം ഈ രണ്ടാമത്തെ സൈഡ് 80% കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട രണ്ടാമത്തെ കോട്ടിങ്ങിന് വേണ്ട സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. സോസിന് ആദ്യം വേണ്ടത് ബട്ടറാണ്. ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഒരു 1-1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയാണ്. അത് നമ്മളുടെ ഈ എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഒരു ടീസ്പൂണൊക്കെ മതിയാവും. അപ്പം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി സോട്ട് ചെയ്ത് എല്ലാം ഒന്ന് ചേരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. നമ്മളുടെ സോസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ നോക്കാം. 2 സൈഡും 80% കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സെക്കൻഡ് കോട്ടിങ്ങിനുള്ള സോസ് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു സൈഡ് ബ്രഷ് ചെയ്ത് കൊടുത്ത് 5 minutes കുക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു സൈഡ് കോട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ സോസ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 5 minute മതി കേട്ടോ. 5 minute കുക്ക് ചെയ്യാൻ വെക്കുക. ഫൈനലി നമ്മളുടെ ചിക്കൻ നമ്മൾ 2 സൈഡും ആ സോസ് തേച്ച് കൊടുത്ത് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. 2 സൈഡും 5 minutes ഗ്രില്ല് ചെയ്തെടുത്ത് അതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ്. നമ്മൾ സ്പൈസി ഗ്രിൽഡ് ചിക്കൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി നിങ്ങൾ വീക്കെൻഡ്സിൽ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ പുറത്തൊരു ബാർബിക്യൂ പാറ്റിയോ സെറ്റ് ചെയ്ത് എല്ലാവർക്കും കൂടെ ഇരുന്ന് കുക്ക് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. Like, share and subscribe. Thank you. Bye. Don't forget to like and hit the bell icon.